നിങ്ങൾ വോട്ടെടുത്ത ദിവസവും തിരിച്ചുവിടെ തന്നെ വരണം എന്നുള്ളതായിരുന്നു. അത് ഒരിക്കലും പിണറായി വിജയന്റെ 2021 96 മുതൽ 104 വരെ എന്നുള്ള നമ്പറിന്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ സെഞ്ചുറി എന്ന് എത്ര പത്രങ്ങൾ തലക്കെട്ട് വരും എന്നുള്ളതായിരുന്നു. പിന്നെ കൗണ്ടിംഗ് ഡേയിൽ എല്ലാവരും ഇതേ വേദിയിൽ തിരിച്ചു വരണം. അതൊക്കെ ഒരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ എന്ത് തന്നെയായാലും നമ്മുടെ എത്ര ആത്മവിശ്വാസത്തിനപ്പുറം ജനഹിതമാണ് വിലയിരുത്തുന്നതിനുള്ള ബോധ്യമുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലെ അഗേൻസ്റ്റായി ആ രീതിയിൽ പ്രതികരിക്കുന്നു എന്നേ ഉള്ളൂ. വിലയിരുത്താൻ പറ്റും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്, സാമ്പിൾ സൈസ് ആയിട്ട്. അതിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളിലുണ്ട്. നമ്മൾ ആളുകളെ ഡീപ്പായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഇടതിനോട് കൂടെ കുറേ കാലം നടന്ന മനുഷ്യർ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഇടതിനോട് ഒരു വൈമുഖ്യം കാണിക്കും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അത്തരം ആളുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആ തരത്തിലും ഈ ഒപ്പീനിയൻ എന്നുള്ളത്, സാമ്പിൾ സൈസ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു പരിധി വരെ. പിന്നെ ഇതൊക്കെ ആകെ തുകയായി നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ശരിയായി വരുന്നത് എന്നിടത്താണ് ഇതിന്റെ ഒരു ശരിയായ റൂട്ട് വരുന്നു. അത് പുതിയ കാലത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പൊതുവെ ഇടത് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാറില്ലെങ്കിൽ ഈ സമീപകാലത്ത് അത് ഇടത് രാഷ്ട്രീയത്തിൽ നിന്നും ആ തരത്തിൽ സൈബർ സ്പേസിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ഇടതിന്റെ ആളുകൾ ആ രീതിയിൽ പ്രതികരിക്കില്ലായിരുന്നു. പക്ഷെ പുതിയ കാലത്തിന്റെ ഒരു പുതുതലമുറ രാഷ്ട്രീയത്തെ ആ തരത്തിൽ കാണുന്നുണ്ട്. അതൊരു നമ്മളിപ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കുന്ന വോട്ടുകളുണ്ടല്ലോ, അതിന്റെ നമ്പേഴ്സും പെർസെൻറ്റേജും കൂടുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ കൃത്യമായി പാർട്ടികളുടെ ഒരു കേഡർ സ്വഭാവത്തിന് പുറത്ത് വലിയൊരു ശതമാനം വോട്ടിംഗ് നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അതിലൊരു ഭാഗം. നമ്മൾ നമ്മുടെ അഭിപ്രായത്തിനും അപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിനിടയിൽ ഒരു ഭരണ മുന്നണിക്കും 46.5% വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പിണറായിക്ക് പോലും 44.5% വോട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ജനം വിലയിരുത്തിയത് ആ മനുഷ്യനിൽ പറ്റും എന്നുള്ളതാണ്. ആ മനുഷ്യനിലേക്ക് ജനം ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അയാൾ പൊതുവെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ പറയാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായി കഴിഞ്ഞ 5 വർഷം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പ്രതിപക്ഷത്തെ നയിച്ച് കൃത്യമായ നിലപാടുകൾ പല വിഷയങ്ങളിലും പറഞ്ഞ് മുന്നോട്ട് വന്നതോടുകൂടി പ്രതീക്ഷയുള്ള ഒരു ആൾ തന്നെയാണ്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ലീഡേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ VD സതീശൻ എന്നുള്ള നേതാവും അതിൻ്റെ ലീഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചോദിച്ച പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ്റെ ഒരു ഭാഗം. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതാണ് നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത്. അതാണ് ഇന്നലെ സത്യപ്രതിജ്ഞയായി നാടിൻ്റെ ഭരണസാന്നിധ്യം ഏറ്റെടുത്ത് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ജനഹിതം അങ്ങനെയാണ്. ഒപ്പം വ്യക്തിപരമായിട്ടും അദ്ദേഹം മികച്ച ഒരു ഭരണം കാഴ്ചവെക്കുമെന്നുള്ള ബോധ്യത്തിലാണ് ഇന്ന് ഞാനുള്ളത്. നാളുകളിൽ മറിച്ചു വന്നാൽ നമുക്ക് അപ്പോൾ പ്രതികരിക്കാം.